ആഹാ എന്താ നല്ല കാറ്റ്. രാവിലെ ഇവിടെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എൻ്റെ ആദ്യത്തെ പരിപാടി ഇതുപോലെ വിൻഡോ തുറന്ന് ഇങ്ങനെ കാറ്റും കൊണ്ട് കുറച്ച് കോഫിയും കുടിച്ച് അങ്ങനെ ഇരിക്കാമെന്നാണ് കേട്ടോ. ഇനിയിപ്പോൾ ഒട്ടും സമയമില്ല, സമയം ഏകദേശം 6:30 ആയിട്ടുണ്ട്. ഞങ്ങൾ നേരെ ടെറസിലോട്ട് പോയി ഡ്രസ്സൊക്കെ ഉണക്കാനിട്ടതിന് ശേഷം നമ്മൾ നേരെ റെഡി ആയിട്ട് പോകുവാണ് കേട്ടോ. എങ്ങോട്ടേ കാണുന്നില്ലേ, എൻ്റെ ചേട്ടൻ്റെ വീട്ടിലേക്കുള്ള വരവിൻ്റെ ഉദ്ദേശം തന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ. എനിക്ക് ഒരുപാട് നാളായിട്ട് എൻ്റെ നാത്തൂൻ എന്നെ പറഞ്ഞു കൊതിപ്പിക്കുന്നത് ആ ഒരു ഗോപുരം കാണുന്ന അമ്പലമില്ലേ, അങ്ങോട്ടേക്കാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. അങ്ങനെ എൻ്റെ വളരെ നാളത്തെ ഒരു ആഗ്രഹമാണ് കേട്ടോ ഇന്ന് നിറവേറാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിലെ കൃഷ്ണഗിരി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ചന്ദ്രനെ ശിരസിൽ ആഭരണമായിട്ട് ചൂടിയ ശിവപ്രതിഷ്ഠയായിട്ടുള്ള ചന്ദ്രചൂടേശ്വര ടെമ്പിളിലാണ് കേട്ടോ നമ്മളിപ്പോൾ ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യങ്ങളെക്കുറിച്ചോ ചരിത്രങ്ങളെക്കുറിച്ചോ ഒന്നും എനിക്കറിയില്ല. പക്ഷേ ഈ ഒരു അമ്പലത്തിലേക്ക് എന്നെ കണക്ട് ചെയ്ത് എന്തോ ഒന്ന് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ ഒരു കഥ ഞാൻ പറഞ്ഞു തരാം. അതിന് ഒരുപാട് തവണ ഈ ഒരു അമ്പലത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും അങ്ങോട്ടേക്ക് പോകണമെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. പക്ഷേ കഴിഞ്ഞ തവണ നാട്ടിലേക്ക് പോരുന്ന സമയത്ത് സാധാരണ ഞങ്ങൾക്ക് ട്രെയിനിലാണ് എപ്പോഴും ടിക്കറ്റ് കിട്ടാറ്. എന്തോ ആ ഒരു സമയം മാത്രം നമുക്ക് ട്രെയിനിലെ ടിക്കറ്റ് മിസ്സാവുകയും അതിനൊക്കെ തന്നെ ഞങ്ങളിത് ബസ്സിൽ ടിക്കറ്റ് എടുക്കുകയും അങ്ങനത്തെ ഈ ഒരു അമ്പലത്തിൻ്റെ ഗോപുരം കാണുന്ന രീതിയിൽ ബസ് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് 2.5-3 മണിക്കൂർ റോഡിൽ പിടിച്ചിട്ട് കേട്ടോ. എന്താണ് കാരണമെന്ന് അറിയാതെ ഞങ്ങൾ വെളിയിലോട്ട് ഇറങ്ങി നോക്കുകയും ആ ഒരു സമയത്താണ് കേട്ടോ ഞാൻ ഈ ഒരു ചന്ദ്രചൂടേശ്വര ടെമ്പിളിൻ്റെ ഈ ഒരു ഗോപുരം കാണുന്നത്. സത്യം പറഞ്ഞാൽ കുറച്ചധികം നേരം ഞാൻ അവിടെ നോക്കി നിന്നു. കുറച്ചധികം നേരം നോക്കി നിന്നു എന്ന് മാത്രമല്ല, അന്ന് എന്തോ ഒരു കളക്ഷൻ എനിക്ക് ഫീലായി എന്നതിലുപരിത എൻ്റെ ആ ഒരു ആഗ്രഹമാണ് കേട്ടോ ഞാൻ ഇന്നിതാ ഇവിടെ എത്തി നിൽക്കാനുള്ള കാരണം. എന്താണെങ്കിലും എന്നെ ഈ ക്ഷേത്രത്തിലേക്ക് ആകർഷിക്കുന്ന എന്തോന്ന്, അല്ലെങ്കിൽ എന്നെ ഈ ഒരു ക്ഷേത്രമായിട്ട് കണക്ട് ചെയ്യുന്ന എന്തോ എന്നുള്ളതായിട്ട് എനിക്ക് അന്ന് തന്നെ തോന്നിയിരുന്നു. അതൊരു പക്ഷേ ഒരു കോയിൻസിഡൻസ് ആവാം, പക്ഷെ അതല്ല എന്ന് വിശ്വസിക്കാനാണ് കേട്ടോ ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ബാംഗ്ലൂരിലെ പല ക്ഷേത്രങ്ങളും ഞാൻ പോയിട്ടുണ്ടെങ്കിലും അവിടെ ഒന്നും കാണാത്ത എന്തോ ഒരു പ്രത്യേകത ഈ ഒരു ക്ഷേത്രത്തിനുള്ളതായിട്ട് എനിക്ക് തോന്നിയിരുന്നു. കുഞ്ഞുനാളും മുതൽ തന്നെ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ തൊഴുന്നതിലുപരി കളത്തിൽ കുറച്ചധികം നേരം പീസ്ഫുള്ളായിട്ട് ഇരുന്ന് ശീലിച്ചത് കൊണ്ടായിരിക്കും ഏതൊരു ക്ഷേത്രത്തിൽ പോയാലും ഞാൻ കാണുന്നൊരു കാര്യമാണ് ഭഗവാന്റെ പ്രതിഷ്ഠയുടെ മുമ്പിൽ ഒരു വലിയ ക്യൂ അല്ലെങ്കിൽ ഒരു തിക്കും തരും. പക്ഷേ ഞാൻ അങ്ങനെയല്ല കേട്ടോ. ഞാൻ ഭഗവാനെ കാണുന്നതിനേക്കാൾ ഉപരി ആ ഒരു ക്ഷേത്രത്തിൽ കുറച്ചധികം നേരം ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിരുന്ന് പീസ്ഫുള്ളായിട്ട് കുറച്ച് നേരം ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടൊക്കെ ആയിരിക്കും ഈ ഒരു ക്ഷേത്രത്തോട് എനിക്ക് എന്തോ ഒരു വല്ലാത്ത ഇഷ്ടം തോന്നിയതും. എന്താണെങ്കിലും അമ്പലത്തിൻ്റെ അകത്ത് കയറി തൊഴുതു, അതിനുശേഷം കുറച്ചധികം നേരം അവിടെ സ്പെൻഡ് ചെയ്തു. കുറച്ചധികം നേരം പീസ്ഫുള്ളായിട്ട് ഒന്ന് ഇരുന്നതിന് ശേഷം മൈൻഡൊക്കെ ഒന്ന് റീഫ്രഷ് ആയതിനു ശേഷം നമ്മൾ നേരെ പോവാണ് കേട്ടോ. കുറച്ചധികം നേരം ഈ ഒരു മലനിരകളിൽ നല്ല കാറ്റൊക്കെ കൊണ്ട് ഈ ഒരു ഗ്രാമത്തിൻ്റെ ഭംഗിയൊക്കെ അങ്ങനെ ആസ്വദിച്ച് നിന്നതിന് ശേഷം നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ടു കേട്ടോ. എന്താണെങ്കിലും എനിക്ക് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് എന്നെ ആകർഷിച്ച എന്തോ എന്നുള്ളത് കൊണ്ട് തന്നെ ഇനിയും ഈ ഒരു ക്ഷേത്രത്തിലേക്ക് ഒരുപാട് തവണ വരും എന്ന പ്രതീക്ഷയോടാണ് കേട്ടോ ഞാൻ മടങ്ങുന്നത്. എന്താണെങ്കിലും ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. മനസ്സ് വല്ലാതെ അങ്ങ് നിറഞ്ഞു. ഇനിയിപ്പോൾ എന്താണ്, നമ്മുടെ വയറ് നിറയ്ക്കണമല്ലോ. അങ്ങനത്തെ നമ്മൾ ശ്രീനിധി വൈഭവിക്കായിരുന്നു. നല്ല അടിപൊളി മസാല ദോശയും റവ ദോശയും റവ ഇഡലിയും സെറ്റ് ദോശയൊക്കെ വാങ്ങിച്ചു നല്ല ചൂട് കാപ്പിയൊക്കെ കുടിച്ച് നേരെ വീട്ടിലോട്ട്.